ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. നമ്മളിപ്പോൾ നോക്കാൻ പോകുന്ന റീഡിംഗ് നിങ്ങളുടെ വ്യക്തിയും തേർഡ് പാർട്ടിയും തമ്മിലുള്ള പ്രസന്റ് സിറ്റുവേഷൻ. അപ്പം നമുക്ക് റീഡിങ്ങിലോട്ട് പോവാം. നിങ്ങളുടെ വ്യക്തിയും തേർഡ് പാർട്ടിയും തമ്മിലുള്ള പ്രസന്റ് സിറ്റുവേഷൻ. ഓക്കെ, അതായത് നമ്മൾ ഒരു തത്തയെ കിട്ടിയെന്ന് വിചാരിക്കുക, പാരറ്റ്, പച്ചപ്പനം തത്ത. അപ്പം ആ പുള്ളിക്കാരത്തിനെ നമ്മളൊരു കൂടൊക്കെ ഉണ്ടാക്കി ആ കൂടിൻ്റെ ഉള്ളിൽ ലോക്ക് ചെയ്ത് അതിന് പാല്, പഴം, പച്ചമുളക്, വെജിറ്റബിൾസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊടുത്ത് നമ്മളുടെ ഇഷ്ടത്തിന് വേണ്ടി, തത്തയുടെ ഇഷ്ടമല്ല, നമ്മളുടെ ഇഷ്ടത്തിന് വേണ്ടി നമ്മളവിടെ നിർത്തിയിരിക്കുന്നു. തത്തയുടെ ഇഷ്ടം എന്ന് പറയുന്നത് അതെപ്പോഴും എന്താ പറയുക, ആകാശത്ത് സഞ്ചരിക്കാനും അതിൻ്റെ ഫാമിലിയുടെ കൂടെ ജീവിക്കാനും അതല്ലാതെ ഇഷ്ടപ്പെട്ട ആളുകളുടെ കൂടെ നിൽക്കാനും ഒക്കെയാണ്. പക്ഷേ നമ്മളുടെ ഒരു സ്വാർത്ഥത കാര്യങ്ങൾക്ക് വേണ്ടി നമ്മളിങ്ങനെ അതിനൊരു ഫ്രീഡം കൊടുക്കാതെ അല്ലെങ്കിൽ അതിനൊരു ഇത് കൊടുക്കാതെ പൂട്ടി ഇട്ടേക്കുന്നു. അതുപോലെ ഈ തേർഡ് പാർട്ടി എന്ന് പറയുന്ന വ്യക്തി ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്ത് അല്ലെങ്കിൽ ഒരു കൂടാരം പോലെയുള്ള ഒരു സിറ്റുവേഷനിലാക്കിയിട്ട് ഇങ്ങനെ പൂട്ടിയിട്ടിരിക്കുന്ന ഒരവസ്ഥ. ഒന്നല്ലെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു കാര്യത്തിൽ ബന്ധനസ്ഥയാക്കിയിട്ടിരിക്കുന്ന അവസ്ഥ. അതല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ഇവരുടേതായിട്ടുള്ള ഒരു വലയത്തിൽ പിടിച്ചു നിർത്തിയിരിക്കുന്ന ഒരവസ്ഥ. ഈ തേർഡ് പാർട്ടി എന്ന് പറയുന്നത് ഒന്നല്ലെങ്കിൽ പാരൻസ് ആയിരിക്കാം, അതല്ലാന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സ് ആയിരിക്കാം, അതല്ലാന്നുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും റിലേഷൻഷിപ്പ് ആയിരിക്കാം. അങ്ങനെയുള്ളൊരു കാര്യത്തിൽ ഇങ്ങനെ പോകാൻ പറ്റാത്ത ഒരവസ്ഥ. കാരണം ഇപ്പം നമ്മൾ തത്തയെ പഠിപ്പിച്ചു കൊടുക്കൂലേ, തത്തമ്മേ പൂച്ച പൂച്ച, അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പം ഏതെങ്കിലും പേര് ഒക്കെ വിളിക്കൂലേ, എന്തെങ്കിലും ഇഷ്ടപ്പെട്ട പേരൊക്കെ പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ ആ വ്യക്തി പോകുമ്പോൾ പേര് വിളിക്കും. അതുപോലെ ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതും തത്തയെ പഠിപ്പിക്കുന്ന പോലെ ഇങ്ങനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കും. അതിങ്ങനെ പഠിപ്പിച്ച്, അതായത് ഇവരുടെ ഈ തേർഡ് പാർട്ടിക്ക് എന്താണോ ഇന്റൻഷൻ അത് ഇവരുടെ വായിൽ കൂടി, ഈ വ്യക്തിയുടെ വായിൽ കൂടി വരണം. അല്ലാന്നുണ്ടെങ്കിൽ ഈ വ്യക്തിയുടെ കാര്യങ്ങളിൽ കൂടി പ്രവർത്തിക്കണം. തേർഡ് പാർട്ടി ആർക്കൊക്കെയാണോ പ്രയോറിറ്റി കൊടുക്കുന്നത് അവരോട് മാത്രം സ്നേഹം കാണിക്കണം, പിന്നെ അവരോട് മാത്രം സ്നേഹം കാണിക്കണം, അവരോട് മാത്രം അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കണം. അത് തേർഡ് പാർട്ടിനെ സന്തോഷിപ്പിക്കും. അതല്ല, തേർഡ് പാർട്ടിക്ക് ഇഷ്ടമില്ലാത്ത വ്യക്തികളോടാണെന്നുണ്ടെങ്കിൽ മിണ്ടുന്നതിന് വിലക്ക്, അതല്ല ഇനിയിപ്പോൾ സ്നേഹം കാണിക്കുന്നതിലും വിലക്ക്, അതല്ല ഇനിയിപ്പോൾ എന്തെങ്കിലും പ്രയോറിറ്റി കൊടുക്കുന്നതിലും വിലക്ക്. ഫുള്ള് സംശയമാണ് തേർഡ് പാർട്ടിക്ക് നിങ്ങളുടെ ഈ വ്യക്തിനെ. ഇവരുടെ അടുത്തുനിന്ന് പിടിവിട്ടു പോകുമോ, ഇവരുടെ അടുത്തുനിന്ന് ഇനി വേറെ ഏതെങ്കിലും കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇതിൽ നിന്ന് പോകുമോ എന്നുള്ള ഒരു ആശങ്ക. അത് പേടിച്ചിട്ട് ചില ആളുകൾ ബ്ലാക്ക് മാജിക് ചെയ്ത് ബന്ധനസ്ഥനാക്കിയിട്ടുണ്ട്, അല്ലെങ്കിൽ ബന്ധനസ്ഥയാക്കിയിട്ടുണ്ട്. ചില ആളുകൾ എന്താ പറയുക, മോഹവലയം, മോഹിനി, മായാമോഹിനി അല്ലെങ്കിൽ മായാമോഹനൻ, അങ്ങനെയുള്ള രീതിയിൽ വാക്കുകൾ കൊണ്ടോ പ്രവൃത്തികൾ കൊണ്ടോ ബന്ധിപ്പിച്ചിരിക്കുന്ന, വലയം ചെയ്ത് നിർത്തിയിരിക്കുന്ന ഒരു എഫക്റ്റ് ഇവിടെ കാണിക്കുന്നുണ്ട്. കാരണം നല്ല രീതിക്ക് ഇപ്പം എന്താ പറയുക, ഒരു ആന വലിയൊരു കാര്യമാണ്, അല്ലാന്നുണ്ടെങ്കിൽ വലിയൊരു സംഭവമാണ്. പക്ഷേ ആനയെ മേയിച്ചോണ്ട് പോകുന്നത് ഒരു പാപ്പാനാണ്. അതുപോലെ
അതൊരു വലിയൊരു പരിപാടിനെ മേയിച്ചോണ്ട് പോകാനായിട്ട് അറിവുള്ള, അതിനെ എങ്ങനെയാണ് ഈ ആളെ മാനേജ് ചെയ്യേണ്ടതെന്ന് അറിയാവുന്ന ബുദ്ധിയുള്ള ഒരു വ്യക്തിയാണ് ഈ തേർഡ് പാർട്ടി. ഇപ്പോഴും ഇവരുടെ ഇന്റൻഷന് വേണ്ടി, ഇവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി, ഇവരുടെ പല കാര്യങ്ങളും നടക്കാൻ വേണ്ടി ഈ വ്യക്തിയെ കൂടെ വെച്ചിരിക്കുന്നു. അല്ലെങ്കിൽ ഇവർക്ക് കൂടുതലുള്ള ഇഷ്ടക്കൂടുതലുകൾ കൊണ്ടും വെച്ചിരിക്കുന്ന ഒരു പരിപാടിയും കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് ഇവരുടെ സമ്മതം ചോദിക്കണം, ആരോടാണ് സംസാരിക്കേണ്ടത്, അല്ലെങ്കിൽ ആരോടാണ് ബന്ധം പുലർത്തേണ്ടത്. കാരണം ഇവർക്ക് എതിരായിട്ട് പ്രവർത്തിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇവർക്ക് സഹിക്കാൻ പറ്റില്ല. ഇവർ പല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഈ തേർഡ് പാർട്ടിയുടെ കയ്യിൽ നിന്നും, ഒന്നല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ, അല്ലാന്നുണ്ടെങ്കിൽ ഈ പേഴ്സണുമായിട്ട് ബന്ധപ്പെട്ട ആളുകൾക്ക് തേർഡ് പാർട്ടി എഫക്റ്റ് ഉണ്ടാക്കും. എന്നിട്ട് ഞാനൊന്നും ചെയ്തിട്ടില്ല, ഞാനൊന്നും അറിഞ്ഞിട്ടില്ല, ഒന്നുമേ ഞാൻ കണ്ടിട്ടുമില്ല, ഞാനൊന്നും അറിഞ്ഞില്ല രാമനാരായണ എന്നുള്ള രീതിയിൽ പകൽമാന്യനെ പോലെ അല്ലെങ്കിൽ പകൽമാന്യയെ പോലെ നിൽക്കും. കാരണം ഇവരുടെ കൂടെ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സണെ ഏതെങ്കിലും ഒരു, ഇപ്പോൾ ബിസിനസ്സിലാണെന്നുണ്ടെങ്കിൽ ആ ബിസിനസ്, സാമ്പത്തികം അങ്ങനെയുള്ള കാര്യങ്ങളിൽ രക്ഷപ്പെടുത്താം. ഇപ്പോൾ വേറെ ഏതെങ്കിലും പരിപാടികളിലാണെന്നുണ്ടെങ്കിൽ ആ ഒരു പരിപാടികളിൽ രക്ഷപ്പെടുത്താം, ജോലി വാങ്ങിച്ചു കൊടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും കോഴ്സിന് ചേർത്ത് കൊടുക്കാം, അതല്ലെങ്കിൽ കുറച്ചും കൂടി നല്ല ഒരു റിലേഷൻഷിപ്പ് കൊടുക്കാം. ഇതുവരെ കിട്ടാത്തുള്ള രീതിയിലുള്ള കാര്യങ്ങളൊക്കെ എന്താണോ ഇവരുദ്ദേശിക്കുന്നത് അത് കൊടുക്കാം എന്ന് വാഗ്ദാനങ്ങൾ കൊടുത്ത് വെച്ചിരിക്കുന്നു. ആ വാഗ്ദാനങ്ങൾ ഈ വ്യക്തി നല്ലപോലെ വിശ്വസിച്ചു ഇരിക്കുന്നുണ്ട്. അതിനുള്ള തിരിച്ചറിവുകളൊക്കെ വരും. അത് നിങ്ങളുടെ വ്യക്തിക്ക് എല്ലാം പറഞ്ഞു കൊടുത്താലും ചിലപ്പോൾ മനസ്സിലാവില്ല. ജീവിതത്തിൽ കുറച്ച് തിരിച്ചറിവുകൾ വരുമ്പോഴായിരിക്കും ആരായിരുന്നു, എന്തെന്തായിരുന്നു എന്നുള്ള കാര്യത്തിലൊക്കെ മനസ്സിലാവുന്നത്. ഒന്നല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വ്യക്തിക്കോ തേർഡ് പാർട്ടിക്കോ എന്തെങ്കിലും കാര്യത്തിനോട് അഡിഷൻ എന്ന് പറയുന്നൊരു കാര്യം ഉണ്ടാവാം കേട്ടോ. ഓക്കെ, അതായത് ഇവർക്ക് ഭാവിയിൽ ഈ കൂടെ കൂടിയിരിക്കുന്ന ആളെ കൊണ്ട് ബുദ്ധിമുട്ടുണ്ടാകും എന്നുള്ളൊരു ചിന്ത മനസ്സിൻ്റെ അകത്ത് വന്നിട്ടില്ല. പക്ഷേ അത് പ്രവൃത്തിയിൽ വരുമ്പോൾ ആ ഒരു തിരിച്ചറിവ് കാര്യങ്ങളൊക്കെ എന്തായാലും ഡെഫിനറ്റ് ആയിട്ട് ഉണ്ടാവും. കാരണം ഇവിടെ കാണിക്കുന്നത് ഇമ്മച്ചുവർ ആയിട്ടുള്ള പല എനർജീസും ആണ് കാണിക്കുന്നത്. അങ്ങനെയുള്ള ഒരു കാര്യങ്ങളുണ്ട്. പിന്നെ എന്താ പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഈ തേർഡ് പാർട്ടീനെയൊക്കെ ഉപദേശിച്ചു കൊടുക്കാൻ വേറെ ആളുകളുണ്ടെന്ന് തോന്നുന്നു. ഒന്നിൽ കൂടുതൽ വ്യക്തികളോ അതല്ല ഇനിയിപ്പോൾ വേറെ ഏതെങ്കിലും ടൈപ്പായിട്ടുള്ള ആളുകളോ ഒക്കെ ഉണ്ട്. അവരുടെ ഉപദേശം ഇത് വേറൊരു സ്ഥലത്തോട്ട് ചെല്ലുന്നു, ആ സ്ഥലത്ത് നിന്ന് നിങ്ങളുടെ വ്യക്തിയിലോട്ട് എത്തുന്നു, നിങ്ങളുടെ വ്യക്തി അത് പ്രവർത്തിക്കുന്നു. അങ്ങനെയുള്ള കാര്യങ്ങളും ഇതിൻ്റെ അകത്ത് കാണിക്കുന്നുണ്ട്. നിങ്ങളുടെ വ്യക്തി ഏതെങ്കിലും രീതിയിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ഇവരുടെ അടുത്തുനിന്ന് ഇവരുടെ വാക്കുകൾ കേൾക്കാതിരുന്നു കഴിഞ്ഞാൽ വീണ്ടും സോപ്പിട്ട് പതപ്പിക്കും. അത് സോപ്പ് കമ്പനിക്കാർ പോലും തോറ്റുപോകുന്ന രീതിയിൽ സോപ്പിട്ട് പതപ്പിക്കും. അങ്ങനെയുള്ള പരിപാടികളും ഇതിൻ്റെ അകത്ത് കാണിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ പിന്നുള്ളൊരു കാര്യം, ഒന്നല്ലാന്നുണ്ടെങ്കിൽ ഈ സമയത്തായിരിക്കാം, അതല്ലാന്നുണ്ടെങ്കിൽ ഈ നിയർ ഫ്യൂച്ചറിൽ തന്നെ ഈ തേർഡ് പാർട്ടിയും ഈ പറയുന്ന പേഴ്സണും തമ്മിൽ നല്ല രീതിക്ക് വഴക്കോ പ്രശ്നങ്ങളോ ബുദ്ധിമുട്ടുകളോ ഉണ്ടാകാനായിട്ട് 100% ചാൻസ് ഉണ്ട്. ചാൻസ് എല്ലാം ഉണ്ടാവും. ഒന്നല്ലെങ്കിൽ വാക്ക് തർക്കം, അല്ലാന്നുണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞുള്ള എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞ് അതൊരു കയ്യാങ്കളിയിലോട്ട് പോകുന്ന ഒരു പരിപാടി, അല്ലാന്നുണ്ടെങ്കിൽ വഴക്കിടൽ സമരങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ 100% ഇതിൻ്റെ അകത്ത് കാണിക്കുന്നുണ്ട്. ഒന്നല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ
ഈ കാണുന്ന ഈ സമയത്ത് നടക്കുന്നുണ്ടാകാം, അതല്ലാന്നുണ്ടെങ്കിൽ നിയർ ഫ്യൂച്ചറിൽ ഇത് നടക്കാൻ നല്ല രീതിക്ക് ചാൻസ് കാണിക്കുന്നുണ്ട്. കാരണം പല വിധത്തിലുള്ള കാര്യങ്ങൾ അതിനായിട്ടുള്ള എന്തിനാണോ ഒരു വഴക്ക് അങ്ങനെയുള്ള ഒരു കാര്യങ്ങൾ വരുന്നത്, അതിനുള്ള സയൻസ് നിങ്ങളുടെ വ്യക്തിക്ക് തന്നെ യൂണിവേഴ്സ് കൊടുക്കുന്നുണ്ട്. ഈ വ്യക്തിയുടെ കാര്യങ്ങൾ ഇങ്ങനെയാണ്, നിങ്ങൾക്ക് അത് ഇങ്ങനെയുള്ള പരിപാടികൾ ഉണ്ടാക്കുന്നുണ്ട് എന്ന് യൂണിവേഴ്സായിട്ട് തന്നെ പല സയൻസ് കൊടുക്കുന്നുണ്ട്. അത് നിങ്ങളുടെ വ്യക്തി മനസ്സിലാക്കി ചിലപ്പോൾ ചോദ്യം ചെയ്യുമ്പോഴായിരിക്കാം, അതല്ലാന്നുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും സിറ്റുവേഷനിലായിരിക്കാം. കാരണം വാക്കുതർക്കം നിലവിൽ ഉണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ നിയർ ഫ്യൂച്ചർ എന്ന് പറയുമ്പോൾ മാസക്കണക്കിന് കഴിഞ്ഞിട്ടല്ല, ഒന്നല്ലെന്നുണ്ടെങ്കിൽ മണിക്കൂറുകൾ കഴിയുമ്പോൾ, അല്ലാന്നുണ്ടെങ്കിൽ ദിവസങ്ങൾക്കുള്ളിൽ അങ്ങനെയുള്ള ഒരു കാര്യം ഇപ്പോൾ നടക്കാൻ കൂടുതൽ ചാൻസ് ഉണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഏഞ്ചൽ ഗൈഡൻസ് മെസ്സേജ് ഒരെണ്ണം എടുത്ത് നോക്കാം. ഡു ദ വർക്ക്, അതായത് നിങ്ങൾ നിങ്ങളുടെ പണി ചെയ്യുക. നിങ്ങൾ എന്തെങ്കിലും ക്ലാരിറ്റി വരുത്തേണ്ട കാര്യത്തിനാണെങ്കിൽ ക്ലാരിറ്റി വരുത്തുക, ഡിസിഷൻ എടുക്കേണ്ട കാര്യത്തിനാണെങ്കിൽ ഡിസിഷൻ എടുക്കുക. നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക. താൻ പാതി ദൈവം പാതി എന്നാണ്. ബാക്കി അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രപഞ്ചത്തിന് വിട്ടുകൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. കാണുന്ന എല്ലാ ആളുകളുടെ എനർജി ഉണ്ടാവും. നിങ്ങൾക്ക് കണക്റ്റ് ആവുന്ന, നിങ്ങൾക്ക് റെസണേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക. ഞാൻ പറയുന്ന കാര്യങ്ങളൊന്നും റെസണേറ്റ് ആയില്ല, ഒന്നും കണക്റ്റ് ആയില്ലെങ്കിൽ ഇത് നിങ്ങളുടെ വീഡിയോയല്ല. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഹാവ് എ ഗുഡ് ഡേ. താങ്ക് യു.